ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13-14 വാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കും. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറൂസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൻ അകലെയുള്ള എമാവുസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. പ്രിയ നിറഞ്ഞവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഏതാണെന്ന് ചോദിച്ചാൽ പ്രതീക്ഷകളില്ലാതെ ഒരുവന് ജീവിക്കേണ്ടി വരിക എന്നുള്ളതാണ്. ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരനുഭവം, ആരും തന്നെ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ചിന്ത, ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം. പ്രിയ നിറഞ്ഞവരെ, ഇന്നത്തെ വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതാ ജീവിതത്തിൻ്റെ സകല സന്തോഷങ്ങളും നന്മകളൊക്കെ നഷ്ടപ്പെട്ട് ഇതാ ഒറ്റപ്പെടലിൻ്റെ ഒരു വിഷമത്തിൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആ സഞ്ചാരികളുടെ ഇടയിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് ദുരന്ത വഴിയിലും നിങ്ങൾ തനിച്ചല്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് വിളിച്ചോതിക്കൊണ്ട് ഈശോയും യാത്ര ചെയ്യുന്നു. പ്രിയ നിറഞ്ഞവരെ, ഈ വചനഭാഗം നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയുടെ ചിന്തയാണ്. ഈ ഭൂമിയിൽ ഒരുവനും ഒറ്റയ്ക്കല്ല, ഒരുവനും ഒറ്റപ്പെട്ടു പോകുന്നില്ല. ജീവിതത്തിൻ്റെ ഏതവസ്ഥകളിലും പാതി വഴിയിൽ നിന്നെ ഉപേക്ഷിക്കാത്ത ഒരു വലിയ അടുത്ത ആത്മാർത്ഥമായൊരു സുഹൃത്ത് നിനക്കുണ്ട്. അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. ഈ വർഷത്തെ ആപ്തവാക്യമായി ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിരിക്കുന്നത് റോമാക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യമാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന മനോഹരമായ വചനമാണ് ആപ്തവാക്യം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന പ്രത്യാശ, ക്രിസ്തു എൻ്റെ കൂടെ ചരിക്കുന്നു എന്ന പ്രത്യാശയാണ്. ആ വചനഭാഗം പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ കാണും, വളരെ മനോഹരമായിട്ട് അവർ പറയുന്ന ഒരു വചനം എങ്ങനെയാണ്: ഇതാ പകൽ അസ്തമിച്ചു, ഇതാ രാത്രി തുടങ്ങുകയാണല്ലോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൻ്റെ തന്നെ അവസ്ഥയാണ്. നസ്രായനായ യേശുവിൻ്റെ കൂടെയുള്ള ആ സന്തോഷത്തിൻ്റെ പകലുകളെല്ലാം അസ്തമിച്ച് ഇതാ ഇരുട്ടിലേക്ക്, അന്ധകാരത്തിലേക്ക് ഞങ്ങളിതാ പോവുകയാണ്, അല്ലെങ്കിൽ അന്ധകാരത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള ഒരു സൂചന അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ. അവിടെയാണ് ക്രിസ്തു അവരുടെ ഒപ്പം യാത്ര ചെയ്യുന്നതായി നമ്മൾ വചനം വായിക്കുന്നത്. അവർ വീണ്ടും പറയുന്നു, സന്ധ്യയായല്ലോ, അങ്ങ് ഞങ്ങളുടെ കൂടെ താമസിക്കുന്നുണ്ടോ? താമസിക്കാൻ വരുമോ? കൂടെ വസിക്കുമോ? ഇതാ ക്രിസ്തു അവരോടൊപ്പം കൂടെ വസിക്കുന്നു, കൂടെ താമസിക്കുന്നു. കൂടെ താമസിച്ച് അപ്പം മുറിച്ച്, ഇതാ സമൃദ്ധിയുടെ അപ്പം മുറിച്ച് അവരുടെ കണ്ണുകൾ തുറക്കുന്നു. ഒരിക്കലും നിൻ്റെ ജീവിതത്തിലെ പ്രഭാതത്തിൻ്റെ, പകലിൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുന്നില്ല. എൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായി നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈശോയുടെ ഈ ഒരു അപ്പം മുറിക്കൽ ശുശ്രൂഷയിലൂടെ ആ ശിഷ്യർക്ക് പകർന്നു കിട്ടിയ അനുഭവം. പ്രിയ നിറഞ്ഞവരെ, ഈ ഒരു വചനഭാഗത്തിലൂടെ ഈശോ നൽകുന്ന സന്ദേശത്തെ മനസ്സിൽ ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നവരല്ല, പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ജീവിക്കേണ്ടവരല്ല. ഒറ്റപ്പെടുന്നവൻ്റെയും ആരുമില്ലാത്തവൻ്റെയും കൂടെ ഇതാ ക്രിസ്തു എന്ന സഞ്ചാരി യാത്രയാകുന്നുണ്ട്. ക്രിസ്തുവാകുന്ന ആ വലിയ ഗുരുനാഥൻ, ക്രിസ്തുവാകുന്ന വലിയ സുഹൃത്ത് നമ്മുടെ കൂടെ ചരിക്കുന്നു എന്നുള്ള മനോഹരമായ സന്ദേശമാണ് വചനഭാഗം നൽകുന്നത്. പ്രിയ നിറഞ്ഞവരെ, ദിവികാനീശയുടെ മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഈ മനോഹരമായ സന്ദേശത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിൽ, ഏകാന്തതയുടെ അനുഭവങ്ങളിൽ, ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ഞങ്ങളെ മനസ്സിലാക്കുന്ന, പാതി വഴിയിൽ ഉപേക്ഷിക്കാത്ത ഒരു ആത്മാർത്ഥ സുഹൃത്തായി അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ആ വലിയൊരു ബോധ്യം, വിശ്വാസം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ആ പ്രത്യാശ, നിരാശരാക്കാത്ത പ്രത്യാശ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് നിറയ്ക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിച്ചറിയുന്ന മക്കളായി, മനുഷ്യരായി ഞങ്ങൾ മാറട്ടെ. കർത്താവേ, നമുക്കൊരുമിച്ച് അവിടുത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം.
തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന്